കർത്താവ് സാവകാശം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വിളംബരത്തിന്, ദൈവവചനത്തിൽ നിന്നുള്ള ഒരു പ്രഘോഷണത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കിയ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ സജിമോൻ ഈ ആത്മീയ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച ബഹുമാന്യനായ കർത്തൃദാസൻ അഞ്ചൽ സെക്ഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ PG ദാനിയേൽ, ആ ദൈവഭൃത്യൻ്റെ സഹധർമ്മണി, ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസി, എൻ്റെ കുടുംബത്തിൻ്റെ അംഗമാണ്. ഉള്ളായം ചെറിയാച്ചൻ എന്ന് അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ദൈവഭൃത്യൻ പ്രാരംഭ കാലഘട്ടങ്ങളിൽ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ചുവടുവെച്ചതിൻ്റെ പിൻപിലാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പലരും ഈ സത്യത്തെ പിൻപറ്റുവാനായിട്ടിടയായി തീർന്നത്. ദൈവഭൃത്യനുമായി ഒരുമിച്ച് ഈ വേദി പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി ദീർഘവർഷങ്ങളുടെ ബന്ധം എനിക്കുണ്ട്. പ്രത്യേകിച്ച് സാംസനെ ഓർക്കുമ്പോൾ ചെറുപ്പസമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഗാനശുശ്രൂഷയ്ക്കും ദൈവവചന ധ്യാനത്തിനുമൊക്കെ പോയ സന്ദർഭങ്ങൾ ഒക്കെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇന്ന് രാത്രി ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഈ പ്രിയപ്പെട്ടവരുമായി ദൈവം ഭാഗ്യം നൽകി. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലാഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ തേജസ്സോടെ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് തൊട്ടു മുൻപ് ജീവിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളത് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. അനുഗ്രഹീതരായ ഒരുപറ്റം ദൈവഭൃത്യന്മാരും പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കളും ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. ഞാൻ ഉറപ്പായി പറയുന്നു, ലോക സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നു. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. അത് വിശ്വസിക്കുന്നവർ ഒന്ന് ശബ്ദമുയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കണം. എല്ലാവരുടെ നാവിൽ നിന്ന് ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ഒരു ആരാധന ഉയർത്തിക്കാട്ടെ. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഞാൻ റാന്നിയിൽ ജനിച്ചതും നിങ്ങളൊക്കെ ഈ പരിസരങ്ങളിൽ ജനിച്ചതുമൊന്നും ആരും പ്രവചിച്ചിട്ടില്ല. നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ വന്നവരാണ്. എന്നാൽ യേശു പലസ്തീനിൽ ജനിച്ചത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജനിച്ച് പ്രവചിച്ചതുപോലെ ജീവിച്ച് പ്രവചിച്ചതുപോലെ മരിച്ച് പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട് പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ പോയ ഒരുവനേ ഉള്ളൂ. അതിന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവാണ്. അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിൻ്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്. അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊള്ളുമെന്ന്. അവൻ്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറുമെന്ന്. അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്. മരണാനന്തരം മടങ്ങി വന്ന് നസ്രേത്ത് എന്ന കുഗ്രാമത്തിൽ ഈ കുടുംബം പാർക്കുമെന്ന്. നസ്രേത്തിൽ പാർക്കുന്നതിനാൽ നസ്രായൻ എന്നവനെ വിളിക്കേണ്ടി വരുമെന്ന്. അവൻ രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിക്കുമെന്ന്. 33.5 തിരുവയസ്സെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവൻ്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകേണ്ടി വരുമെന്ന്. യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയന്ത്രത്തിൽ ഒരു
കൊലയുപകരണത്തിൽ തൂക്കുമെന്ന്, അവൻ്റെ മരണം കൊടും കള്ളന്മാരുടെ നടുവിൽ ആയിരിക്കുമെന്ന്, അവൻ്റെ മരണസമയം ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്, അവൻ്റെ മരണസമയം സഹക്രൂശിതരുടെ അസ്ഥികൾ ഒടിച്ചതുപോലെ ഇവൻ്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ലെന്ന്. എന്നാൽ അവൻ്റെ മരണം കള്ളന്മാരുടെ മധ്യത്തിലാണെങ്കിലും അവൻ്റെ ശവമടക്കൊരു ധനവാന്റെ കല്ലറയ്ക്കകത്തായിരിക്കുമെന്ന്. ആ കല്ലറയ്ക്കകത്ത് നിന്ന് മരണത്തിൻ്റെ വിഷമുള്ളൊടിച്ച് മൂന്നാം നാൾ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന്. അവൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന്. എഴുതി വച്ച വചനം ഇന്നലെ മാറ്റമില്ലാതെ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഒരുപോലെ കരങ്ങൾ ഉയർത്തി പറയണം, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗത്തിന് ഒരു പ്രാധാന്യമുണ്ട്. യേശുവിനെ ഉയർത്താൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മുടെ ജീവിതത്തിൻ്റെ പദവിയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയായി രാത്രി തീരണം. ഇത്രയും ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാക്കൾ വിടുവിക്കപ്പെടാതിരിക്കത്തക്ക വിധം ഈ ദേശത്തെ അടക്കി ഭരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളുണ്ട്. ഇത്രയും ദൈവജനത്തിൻ്റെ ആത്മീയ പോരാട്ടത്തിന് മുൻപിൽ ഇന്ന് രാത്രി 9 മണിക്ക് യോഗം ആശീർവാദം പറഞ്ഞ് അവസാന കുത്തിടുന്നതിന് മുൻപ് ജീവന്റെ പുസ്തകത്താളിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതി ചേർക്കേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്യഭാഷയിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യെസ്, ഒരു വാ പോലും അടഞ്ഞിരിക്കരുത്, ഒരധരം പോലും പൂട്ടിയിരിക്കരുത്. ഇന്ന് രാത്രി എൻ്റെ പിൻപിലിരിക്കുന്ന ഒരുപറ്റം ദൈവദാസന്മാർ, എൻ്റെ മുൻപിലിരിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഒരാത്മീയ പോരാട്ടത്തിൽ ഏർപ്പെടാൻ തുടങ്ങുകയാണ്. പൈശാചിക ശക്തികൾ ബന്ധിച്ചൊതുക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രിയിൽ ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ജീവന്റെ വചനത്തിന്റെ വ്യാപാര ശക്തിയാൽ അവരുടെ തടവ് വെട്ടി സ്വർഗം സ്വതന്ത്രമാക്കി പുറത്തു കൊണ്ടുവരേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മനിറവിൽ പോരാ 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 ആത്മനിറവിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകളുടെ ചലനത്തെക്കാൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിലെ ആത്മീയ അധികാരം കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ ആത്മമണ്ഡലത്തിന്റെ ജ്വാലയായി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ അന്യഭാഷയുടെ ചലനം ഉയരട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ ഇന്ന് രാത്രി അടയാളത്തോടു കൂടിയ ഒരു ദൈവപ്രവൃത്തി ഈ ഗ്രൗണ്ടിൽ സംഭവിക്കേണ്ടതിന് ഈ യോഗത്തെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ കൈമാറുകയാണ്. കർത്താവിൻ്റെ കരം ഇവിടെ ഉയരാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ജീവന്റെ പുസ്തകത്താളിൽ ഇന്ന് രാത്രി മീറ്റിംഗ് അവസാനിക്കും മുൻപ് ചിലരുടെ പേരുകൾ എഴുതി ചേർക്കേണ്ടതിന് ആത്മാക്കളെ അടക്കി വെച്ചിരിക്കുന്ന പൈശാചിക അടിച്ചമർത്തലുകളെ യേശുവിൻ നാമത്തിൽ ബന്ധിച്ച് ഞങ്ങൾ ദൈവപ്രവർത്തിക്കായി ഈ രാത്രി യോഗത്തെ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. കർത്താവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ പുസ്തകം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വേദപുസ്തകം തുറക്കാം. ദൈവത്തിന് സ്തോത്രം. ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം. തെസ്സലോനിക്കർക്ക് ധന്യനായ പൗലോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വേഗം വായിച്ച് സഹായിക്കാം. തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനം 1-ന്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്നു
നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഒരിക്കൽ കൂടെ വായിച്ചാണ് ദൈവദാസനെ, ഒരിക്കൽ കൂടെ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടുകൂടെ വേണം ഈ ജീവന്റെ വചനം പരിസരങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ. എന്താണ് സുവിശേഷം? ഈ യോഗത്തിന്റെ പേര് കേട്ടോ, സുവിശേഷ യോഗം. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ പിന്നെ എന്തധികം വരും അതിനകത്ത്? ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഗോതമ്പ് ദോശ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ പിന്നെ എന്തധികം വരും? ഒന്നും അധികം വരികയില്ല. സുവിശേഷത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ക്രൂശും അവിടുത്തെ ഉയർപ്പും അവിടുത്തെ മടങ്ങി വരവും ഒഴിവാക്കിയാൽ ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റുന്നത് പോലെയാണ്. നാസയുടെ കണ്ടുപിടുത്തം പറയാനല്ല സ്വർഗം എന്നെ ഈ വേദിയിൽ നിർത്തിയിരിക്കുന്നത്, സുവിശേഷം അറിയിപ്പാനാണ്. ഇന്ന് രാത്രി ഇതുമായി, ഈ തുറന്ന വചനവുമായി നിൽക്കാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യം, പദവിയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരമൊന്ന് അടിച്ചു ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളുടെയും നാവിൽ ഇന്ന് രാത്രി ആരാധനയുടെ ശബ്ദം ഉയരണം. സുവിശേഷം എന്താണ്? സുവിശേഷം, സുവിശേഷത്തിന്റെ വിവിധ പേരുകൾ എന്തൊക്കെയാണ്? സുവിശേഷത്തിന്റെ സവിശേഷത എന്താണ്? സുവിശേഷത്തിന്റെ സാധ്യത എന്താണ്? സുവിശേഷം അവഗണിച്ചാൽ ഉള്ള പ്രത്യാഘാതം എന്താണ്? ഇന്ന് രാത്രി ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം. ഏവൻഗേലിയോൻ, സുവിശേഷം, ഗോസ്പൽ. എന്താണ് സുവിശേഷം? യേശുക്രിസ്തുവിന്റെ ജനന, മരണ, അടക്ക, പുനരുത്ഥാന, മടങ്ങിവരവുകൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഈ മഹത്തായ സത്യം, യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണം സുവിശേഷത്തിന്റെ ഹൃദയമാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം സുവിശേഷത്തിന്റെ തലച്ചോറാണ്. ഹൃദയവും തലച്ചോറും ഇല്ലെങ്കിൽ ഒരു ആളത്വമില്ല. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും പ്രസംഗിക്കപ്പെടുന്നെങ്കിൽ ആ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണവും അവിടുത്തെ ഉയർപ്പും ഉയർത്തുന്നില്ലെങ്കിൽ അത് വിശേഷ പ്രസംഗമാണ്, അത് സുവിശേഷ പ്രസംഗമല്ല. ഇന്ന് രാത്രി എന്താണ് സുവിശേഷം? ഇത് തികച്ചും ആത്മാർത്ഥമായി കേൾക്കാൻ, സ്തോത്രത്തോടെ പ്രതികരിക്കാൻ ദൈവം നമുക്ക് കൃപ പകരട്ടെ. നാം എത്തി നിൽക്കുന്ന കാലം ഇന്ന് രാത്രി നാം വിവേചിക്കണം. പാപക്കനി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച ആദ്യ മാതാപിതാക്കൾക്ക് പരാജയം സംഭവിച്ച് നഗ്നരായപ്പോൾ അവർ വസ്ത്രമില്ലാതെ മരത്തിന് മറഞ്ഞപ്പോൾ മനസ്സിലുദിച്ച ഒരു കുറുക്കു വഴിയല്ല സുവിശേഷം. മനുഷ്യൻ പതനത്തിൽ വീണപ്പോൾ എൻ്റെ മക്കൾക്കിങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് തോന്നിയ ഒരു പരിഹാരമാർഗവുമല്ല സുവിശേഷം. ആഴിയും ഊഴിയും തരിയും താരങ്ങളും നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഈ പ്രപഞ്ചം തന്നെ നിതാന്ത ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചുളവായി വരുന്നതിന് മുൻപ് മഹാദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന മഹത്തായ മർമ്മമാണ് നമ്മൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന ജീവന്റെ സുവിശേഷം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്താണ് എന്ന് ഒരാഴത്തിൽ ഗ്രഹിച്ചാൽ നാം ഇരിക്കുന്ന ഇരിപ്പിൽ അറിയാതെ ദൈവത്തിന് മഹത്വം അർപ്പിക്കും. എന്താണ് സുവിശേഷത്തിൻ്റെ പേരുകൾ? വ്യത്യസ്ത നാമങ്ങൾ സുവിശേഷം വഹിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ സുവിശേഷത്തിൻ്റെ വ്യത്യസ്ത നാമങ്ങൾ എന്തൊക്കെയാണ്?
അപ്പോൾ സുവിശേഷത്തിന്റെ വ്യത്യസ്തതകൾ നിങ്ങൾക്ക് ആഴമായി ഗ്രഹിക്കാം. 2, ഈ സുവിശേഷത്തിന്റെ സവിശേഷത എന്താണ്? 3, ഈ സുവിശേഷത്തിന്റെ സാധ്യത എന്താണ്? 4, ഈ സുവിശേഷം അവഗണിച്ചാൽ ഉള്ള പ്രത്യാഘാതം, ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? എന്തൊക്കെയാണ് ഈ സുവിശേഷത്തിന്റെ പേരുകൾ? നിങ്ങൾക്ക് തിരുവെഴുത്തിലേക്ക് അതിവേഗം ഒന്ന് വരുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മത്തായി സുവിശേഷം 24-14 വാക്യം. മത്തായി 14 അതെ 24-14 വാക്യം വേഗം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മത്തായി 24-14. ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി, സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ഇത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ഇത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ഒന്ന് പറയാമോ? നടത്തിരിക്കുന്ന ആളിന്റെ ചെവിയിരുന്ന് മുഴങ്ങട്ടൊന്ന് കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, എന്താ ഇത്? ശബ്ദമുയർത്തി. ഇത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇത് ഒരു രാജ്യത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന സുവിശേഷമാണ്. രാജ്യത്തിന്റെ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, നാം കാണുന്ന ഒരു രാജ്യം ഇവിടെയുണ്ട്. നാം കാണാത്ത മറ്റൊരു രാജ്യം ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. നാം കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അങ്ങനെയാണെങ്കിൽ കാണുന്ന രാജ്യമാണോ വലുത്, കാണാത്ത രാജ്യമാണോ വലുത്? നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതലമുണ്ട്. എന്നാൽ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത, നമ്മുടെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത മറ്റൊരു പ്രതലമുണ്ട്. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരെ നമ്മൾ മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾച്ചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നമ്മുടെ കണ്ണുകൊണ്ട് ഇതുവരെ നാം കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ ടി വി അതിൻ്റെ റിമോട്ട് കൺട്രോൾ കണ്ണിന് നേരെ നിർത്തി അമർത്തി നോക്ക്. അതിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റൈസുകൾ നമ്മുടെ കണ്ണുകൊണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിലെ വിചിത്രമായ ജീവികളുടെ പ്രവർത്തനങ്ങളുണ്ട്. തലക്കീഴായി മാത്രം തൂങ്ങിക്കിടന്ന് വിശ്രമിക്കുകയും യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് വേഗതയിൽ പായുകയും ചെയ്യുന്ന ഒരു കൊച്ചു ജീവി ഈ പരിസരങ്ങളിലുണ്ട്. അതിൻ്റെ പേരാണ് വവ്വാൽ. വവ്വാലിൻ്റെ അത്രയും ഹൃദയമിടിപ്പുള്ള മറ്റൊരു ജീവിയുണ്ടോ? നിങ്ങൾ വവ്വാലിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത പരിശോധിക്കണം. എന്താ ഇതിൻ്റെ പ്രത്യേകത? കട്ടരാത്രിയിൽ വൃക്ഷനിബിഡമായ വനമേഖലയിലൂടെ ഒരു വൃക്ഷത്തിലും ഇടിച്ചു വീഴാതെ ഇത് പാഞ്ഞു പോകുമ്പോൾ ഇത് പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടി അത് സ്വീകരിച്ച് തടസ്സം മാറി യാത്ര ചെയ്യാൻ വവ്വാൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ കേൾക്കാൻ നമ്മുടെ ചെവിക്ക് കേൾവി ശക്തിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു ലോകം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, ഞങ്ങൾ ഇന്ന് രാത്രി കാണുന്ന ലോകത്തിൻ്റെ പുറകിൽ, ഒന്ന് പറഞ്ഞേ, ഞങ്ങൾ ഇന്ന് രാത്രി കാണുന്ന ലോകത്തിൻ്റെ പുറകിൽ കാണാത്ത ഒരു ലോകം മറഞ്ഞിരിപ്പുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് രാത്രി ഇരിക്കുന്നത് എവിടെയാണ്? കേരള സംസ്ഥാനത്തിൽ ഒരു ജില്ലയുടെ ഒരു ചരിവിലെ ഒരു കൊച്ചു പഞ്ചായത്ത് മേഖലയിലാണ്. ഇതുപോലെയുള്ള 14 ജില്ലകൾ ചേർന്നതാണ് കാച്ചിക്ക പോലെ കിടക്കുന്ന കേരളം. ഇതുപോലെയുള്ള നിരവധി സംസ്ഥാനങ്ങൾ ചേർന്നതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. ഇതുപോലെയുള്ള UN അംഗീകരിച്ച 194ഓളം രാജ്യങ്ങൾ ചേർന്നതാണ്, 195ഓളം രാജ്യങ്ങൾ ചേർന്നതാണ്. പച്ചപ്പട്ട് വിരിച്ച 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ഈ ഭൂമി, സ്തോത്രം, ഈ ഭൂമിയെ പോലെയുള്ള നിരവധി ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നില
നാമധേയമായ സൂര്യൻ. അങ്ങനെയാണെങ്കിൽ സൂര്യന്റെ പുറകിൽ ഈ നിരവധി ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. ആ ഗ്രഹങ്ങളിൽ ഒരു പച്ചപ്പട്ട് വിരിച്ച ഭൂമി എന്ന ഗ്രഹം. ഈ ഭൂമിക്ക് ഉള്ളിൽ 195ഓളം രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾക്കകത്ത് ഏതാണ്ട് ഒരു രാജ്യമായ ഇന്ത്യ. ഈ ഇന്ത്യക്കകത്ത് ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന, മുൻപ് ഞാൻ പറഞ്ഞതുപോലെ കാച്ചിക്ക പോലെ കിടക്കുന്ന ഈ കേരളത്തിൻ്റെ ഇങ്ങേ കോണിൽ കിടക്കുന്ന, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിലെ, ഈ കൊച്ചു ജില്ലയിലെ, ഈ കൊച്ചു ഗ്രാമവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മനക്കണ്ണുകൾ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് ഉയരണം. നിങ്ങളുടെ കണ്ണുകൾ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് ഉയരണം. ഈ സ്ഥലത്തിൻ്റെ, ഈ ജില്ലയുടെ പുറകിൽ ഈ സംസ്ഥാനം, ഈ സംസ്ഥാനത്തിൻ്റെ പുറകിൽ ഈ രാജ്യം, ഈ രാജ്യത്തിൻ്റെ പുറകിൽ ഈ ഭൂമി, ഈ ഭൂമിക്ക് പുറകിൽ ഈ സൂര്യൻ ഉൾക്കൊള്ളുന്ന സൗരയൂഥം, ഈ സൗരയൂഥത്തിൻ്റെ പുറകിൽ 40,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിൽക്കി വേ, സ്തോത്രം, അതിൻ്റെ പുറകിൽ വീണ്ടും സൗരയൂഥങ്ങൾ, നക്ഷത്രങ്ങൾ, നെബുലകൾ, ഗാലക്സികൾ. മിന്നിക ചെറുതാരകമേ എന്ന് കുട്ടികൾ പാടുന്ന, തലയ്ക്ക് മുകളിൽ കണ്ണു ചിമ്മി കത്തി നിൽക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും മഹാദൈവത്തിൻ്റെ ആജ്ഞാശക്തിയാൽ ഈ പ്രപഞ്ചത്തിൽ കൃത്യ ഭ്രമണപഥത്തിൽ ചുറ്റിത്തിരിയുമ്പോൾ ഒരു കടൽ തീരത്ത് വിരിഞ്ഞു കിടക്കുന്ന മണൽത്തരിയുടെ ഒരു മണലിൻ്റെ അത്രയും വലിപ്പം പോലുമില്ല നാം ഇന്ന് രാത്രി ഇരിക്കുന്ന ഈ ഗ്രാമമെങ്കിൽ, ഞാൻ ഈ രാത്രി പറയുന്നു, കാണുന്നതല്ല വലുത്, കാണാത്തതാണ് വലുത്. കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ്, ഞങ്ങൾ കാണുന്ന ലോകത്തിൻ്റെ പുറകിൽ ഒരു കാണാത്ത ലോകം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു രാജ്യം, ഇവിടെ ഭരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഇതിൻ്റെ പുറകിൽ നമ്മൾ കാണാത്ത മറ്റൊരു രാജ്യമുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും ദൈവാത്മാവിൽ സന്തോഷവുമാണെങ്കിൽ ഇവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചവന് നമ്മൾ സൂചി വിഴുങ്ങിയതുപോലെ ഇരിക്കണം എന്നല്ല, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം എന്നാണെങ്കിൽ, ഒരു രാജ്യത്തിലെ പ്രജകളാണ് എൻ്റെ മുൻപിൽ വന്നിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ. ആ രാജ്യത്തിലെ ദൈവദാസന്മാരാണ് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ. അങ്ങനെയാണ് ആത്മ കണ്ണുകൾ കൊണ്ടെന്ന് കണ്ടേ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരു ഭാഗത്ത് അനേക പ്രിയപ്പെട്ടവരെ നിത്യനാശത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവറ്റകളുടെ ബന്ധനങ്ങളെ അറുത്തുമാറ്റി ഒരുപറ്റം ആളുകളെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കാൻ ഒരുപറ്റം ദൈവമക്കൾ ആത്മാവിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇന്ന് രാത്രി ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കകത്ത് പൈശാചിക താവളങ്ങൾ ആധിപത്യം പുലർത്തി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ തുടങ്ങുന്ന ആത്മാക്കളെ വചനത്തിൻ്റെ വ്യാപാര ശക്തിയാൽ സത്യാരാധനയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് എൻ്റെ ദൈവത്തിൻ്റെ കരം ആത്മവ്യാപാരത്തോടെ ചലിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് പറയണം, ഈ ദേശത്തെ അടക്കി ഭരിക്കുന്ന പൈശാചിക ശക്തികളുടെ താവളങ്ങൾ ഇന്ന് രാത്രി തകരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചൊന്ന് ജാഗരിച്ച് തുടങ്ങുന്ന രാത്രിയാകട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മീയ അധികാരം ചെറുതല്ല. നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരെ, ഈ പ്രദേശത്തെ ദൈവപ്രവർത്തിക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പൈശാചിക താവളങ്ങളെ ഇന്ന് രാത്രിയിൽ തകർത്ത് ദൈവസഭയാകുന്ന ദൈവരാജ്യത്തിനകത്തേക്ക് ഒരുപറ്റം ആളുകളെ പറിച്ച് നടത്തക്ക വിധത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇവിടെ ചലിക്കേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇത്രയും ദൈവമക്കൾ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ നമ്മൾ ഒറ്റയ്ക്കല്ലിരിക്കുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും എന്നോടൊപ്പം അത് അറിയാവുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് ഉദ്ധരിച്ച് സ്തോത്രം ചെയ്താട്ടെ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചേർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും
ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മ കണ്ണുകൾ ഉയർത്തി കാണുന്നു. ഇത്രയും ദൈവമക്കളുടെ ആരാധനയ്ക്ക് ചുറ്റും എൻ്റെ ദൈവത്തിന്റെ സേവകാത്മാക്കളായ ദൂതന്മാർ ഇന്ന് രാത്രി പറന്നു നിൽക്കുകയാണ്. എന്നാൽ അതിന് പുറകിൽ അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കണ്ട് ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന പൈശാചിക ശക്തികൾ ആത്മാക്കളെ വിഴുങ്ങിക്കളയാൻ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ പോരാടുന്ന ഒരുപറ്റം ദൈവമക്കൾ പൊടിയാട്ടുവിളയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഒരു രാജ്യത്തിന്റെ അധികാരത്തിനകത്തുനിന്ന് പോരാ ശബ്ദം ഉയരട്ടെ. ഒരു രാജ്യത്തിന്റെ അധികാരത്തിനകത്തു നിന്ന് ദൈവത്തിന് സ്തോത്രം, ഒരുപറ്റം ആളുകളെ ആത്മമണ്ഡലത്തിൽ പോരാടിയെടുത്ത് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് നടാൻ ഇവിടെ നടക്കുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ണുകൊണ്ട് കാണുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, അഴിയട്ടെ പൈശാചിക ശക്തികൾ. തകർന്നു മാറട്ടെ സാത്താന്യ വ്യാപാരങ്ങൾ, ഉടഞ്ഞു വീഴട്ടെ പൈശാചിക ബന്ധനങ്ങൾ. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ അതിർത്തി തകരുകയാണ്. മറ്റൊരു രാജ്യത്തിനകത്തേക്ക് ആത്മാക്കളെ പറിച്ചു നടാൻ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തിനകത്തു നിന്ന് മറ്റൊരു രാജ്യത്തിനകത്തേക്ക് ഒരുപറ്റം ആത്മാക്കളെ പറിച്ചു നടാൻ ഇവിടെ നടത്തുന്ന യുദ്ധമാണ് സുവിശേഷ പ്രസംഗമെങ്കിൽ ഇത് സാധാരണ സുവിശേഷമല്ല, ഇതൊരു രാജ്യത്തിന്റെ സുവിശേഷമാണ്. ഗ്ലോറി. ശബ്ദമുയർത്തി, കരങ്ങളൊന്ന് ഉയർത്തി എല്ലാ ദൈവമക്കളും പറയണം, ഈ സുവിശേഷത്തിൻ്റെ പേര് കേട്ടോ, ഇത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, ഇതെന്താണ്? രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ഇങ്ങനെ 4 സുവിശേഷം എന്നൊരു സുവിശേഷമില്ല. ഇത് ഒരു സുവിശേഷത്തിൻ്റെ 4 വശമാണ്. ഇവിടെ മഹാത്മാഗാന്ധി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും ലോകപ്രശസ്തരായ ബുദ്ധിരാക്ഷസന്മാരോ യുഗപ്രഭാവന്മാരോ സമുദായ പരിഷ്കർത്താക്കളോ മത നേതാക്കന്മാരോ രാഷ്ട്രമീമാംസകന്മാരോ ആരായാലും അവരുടെ ചരിത്രം എഴുതാൻ ഒരാൾ മതി. കാരണം അവർ മനുഷ്യത്വത്തിൽ ജന്മം കൊണ്ടവരാണ്. എന്നാൽ മനുഷ്യത്വത്തിൻ്റെ ജഡവേഷത്തിനകത്ത് ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശു അല്ലാതെ ഒരുത്തനും ഇല്ലെന്ന് വിളിച്ചു പറയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഉയർത്തി പറയുന്നു. അവനെ ഉയർത്തി കാണിക്കാൻ ഒരാളുടെ തൂലികയ്ക്ക് കഴിയാത്തത് കൊണ്ട് ഒരു സുവിശേഷത്തിന്റെ 4 വശങ്ങളാണ് 4 സുവിശേഷത്തിൽ ഉയരുന്നതെങ്കിൽ ഇതിന്റെ പേര് രാജ്യത്തിന്റെ സുവിശേഷം എന്നാണ്. ഇതൊരു രാജ്യത്തിന്റെ പോരാട്ടമാണ്. ഇനി തീർന്നില്ല. പ്രവർത്തികളുടെ പുസ്തകം 20-24 വാക്യം ശ്രദ്ധിച്ചാട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 20-24 വായിച്ചാട്ടെ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. കരമൊന്ന് ഉയർത്തി പറഞ്ഞേ, പോരാ, ശബ്ദം ഉയർത്തി പറഞ്ഞേ. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. പ്രവർത്തിക്കൂ, പ്രവർത്തിക്കൂ, പ്രവർത്തിക്കൂ. കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ. പുണ്യം നേടാം, പുണ്യം നേടാം എന്ന് പറയുന്ന, പ്രവർത്തിച്ച് 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 നിവർത്തിക്കുന്ന സുവിശേഷമല്ലിത്. ഒരുവൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് നിവർത്തിച്ച സത്യത്തിൽ ഒരാൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടും നനഞ്ഞ കണ്ണുകളോടും ശൂന്യതയുടെ കൈകളോടും കൂടെ നോക്കി വിശ്വസിച്ചാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന സകല ന്യായവിധിയെയും മാറ്റി നിനക്ക് നിത്യത സൗജന്യമായി തരാം എന്ന് വിളിച്ചു പറയുന്ന കൃപയുടെ സുവിശേഷമാണ് ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ പ്രസംഗിക്കപ്പെടുന്നെങ്കിൽ ഈ കൃപയുടെ സുവിശേഷത്തിൻ്റെ സാധ്യത ഓർത്ത് ദൈവമക്കൾ ഒന്നിച്ച് കരങ്ങളെന്ന് ഉയർത്തി, ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം എന്ന് പറ. വാ തുറന്ന് വിളിച്ചു പറയണം, ഇത് കൃപയുടെ സുവിശേഷമാണ്. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ഇത് കൃപ
കൃപയുടെ സുവിശേഷമാണ്. എൻ്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി യോഗം അവസാനിക്കുന്നതിന് മുൻപ് കാഹളം ധ്വനിച്ചിരുന്നെങ്കിലെന്ന് കൊതിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? എന്ന് രാത്രി മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് കാഹളം ധ്വനിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അതിലേക്ക് സംഭവങ്ങൾ വളരെ വേഗം അടുക്കുകയാണ്. ഞാൻ തുറന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ ദൈവമക്കളുടെ മുൻപിൽ പറയാം. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. അത് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇവിടെയുണ്ട്? ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഉറപ്പായി വിളിച്ചു പറയുന്നു, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് സ്തോത്രം, വടക്കേ ഇന്ത്യയിൽ ഒരു ട്രെയിനിൽ ഒരു ശാസ്ത്രജ്ഞൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചാടിക്കയറി ട്രെയിനിന്റെ ചങ്ങല വലിച്ചു. സ്തോത്രം. ഉടനെ ദൈവത്തിന് സ്തോത്രം, ആ ട്രെയിൻ ചുമതലപ്പെട്ടവർ വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? അദ്ദേഹം പറഞ്ഞു, ഇതിനധികം താമസിക്കാതെ മുൻപിലെവിടെയോ ഇതിൻ്റെ പാളം തകർത്തിട്ടിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അവർ നിരീക്ഷിച്ചപ്പോൾ തൊട്ട് മുൻപിൽ വനത്തിൽ പാളം തകർത്തിട്ടിരിക്കുകയാണ്. സ്തോത്രം. തിരിച്ചു വന്നവർ ചോദിച്ചു, അങ്ങക്ക് എങ്ങനെ മനസ്സിലായി പാളം തകർത്തിട്ടിട്ടുണ്ടെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കണോ? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പാളത്തിലൂടെ ട്രെയിൻ ഓടുമ്പോൾ ചുക് 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 എന്ന് കേൾക്കുന്ന ശബ്ദം കേവലം പാളത്തിൻ്റെ ആ മുകളിൽ ഓടുന്ന ആ ട്രെയിനിൻ്റെ താളം മാത്രമല്ല, അത് ഇഞ്ചനും പാളവും തമ്മിലുള്ള അലൈൻമെൻറ്റിൻ്റെ താളമാണ്. എപ്പോൾ പാളം മുറിയുമോ അപ്പോൾ താളം മാറും. അപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, താളം മാറി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഉറപ്പാണ് പാളം മുറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി പാളവും താളവും പറയാനല്ല ഞാൻ വന്നത്. രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി. നിനക്കിഷ്ടമില്ലെങ്കിലും സ്വർഗത്തിൻ്റെ സമരഗോധാവിലേക്ക് മറ്റൊരു ശക്തിയുടെ സ്വാധീനത്താൽ ഞാൻ നിന്നെ വലിച്ചു കൊണ്ടുവരും. പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അങ്ങനെ സകല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക. പാർസികൾ 1935 മുൻപ് ഇറാന്റെ പേര് പാർസിയ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറാന്റെ നേതൃത്വത്തിൽ മധ്യപൂർവ്വ പ്രദേശത്ത് ഒരു ഘോര യുദ്ധം നടക്കും. എന്തായിരിക്കും യുദ്ധത്തിന്റെ സ്ഥലം? മതിലുകളില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതും കന്നുകാലികളെയും ധനത്തെയും സ്വീകരിച്ചുകൊണ്ട് ഭൂമധ്യ ദേശത്ത് പാർക്കുന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ തന്നെ നീ മഴക്കോൾ പോലെ കയറി വരും. നിന്റെ യുദ്ധം കരയുദ്ധമായിരിക്കയില്ല, ആകാശത്തൂടെ പറന്ന് കയറുന്ന വ്യോമയുദ്ധമായിരിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്നോടുകൂടെയുള്ള സകല പടക്കൂട്ടങ്ങളും മേഘം പോലെ വ്യോമയുദ്ധത്തിന് ദേശത്തെ മൂടും. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ പിന്തുണയോടുകൂടെ പൗരസ്ത്യ ശക്തികളുടെ ബാഹ്യ സമ്മർദ്ദത്തിൽ അതിഭീകരമായ ഒരു മഹായുദ്ധം മഴക്കോൾ പോലെ മധ്യപൂർവ്വ പ്രദേശത്ത് നടക്കുമെന്നും ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും നിന്നോട് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ശക്തികളുടെ നേതൃത്വത്തിൽ നിന്നെ എതിർക്കാൻ ഒരു യുദ്ധരംഗം അവിടെ പ്രത്യക്ഷമാകുമെന്നും അവസാനം സംഭവിക്കുന്നത് സക്കറിയ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പിളരും. വലിയൊരു താഴ്വര ഇളവായി വരും. അങ്ങനെയാണെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിലൊന്ന് കാണണം. ലക്ഷണം കണ്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, താളം മാറി തുടങ്ങി, പാളം തകർന്നിട്ടുണ്ട്. എൻ്റെ കർത്താവ് ഈ തലമുറയിൽ മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ അടിച്ചിട്ട് ആ ശബ്ദം ഉയർത്തി ലജ്ജ കൂടാതെ അഭിമാനത്തിൻ്റെ മുഖം മൂടിയൊക്കെ ഇന്ന് പറിച്ചു മാറ്റി വെച്ചിട്ട് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ചിട്ട് പറയണം, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ രക്ഷകൻ ഈ തലമുറയിൽ മടങ്ങി വരും. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, ഇത് സങ്കല്പമല്ല, ഇത് സങ്കല്പമല്ല, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ് വരവ്. ഗ്ലോറി, ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ടു തിരികിത പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കോടിക്കണക്കിന് ക്രൈസ്തവർ ചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന വേർപെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി പൊടിയാട്ടുവിള കൺവെൻഷനിൽ ഉറപ്പായി വിളിച്ചു പറയുന്നു, ഈ തലമുറയിൽ ഞങ്ങളുടെ ശ്വാസം തീരും മുൻപ് ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. സംഭവങ്ങൾ ആ ദിശയിലേക്ക് ഉയരുകയാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന സംഭവം എന്താണെന്നൊന്ന് ഓർക്കാൻ നിങ്ങളുടെ മനസ്സിലോട്ട് ആ ചിന്തയൊന്ന് തിരതള്ളിയാൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ചിന്തകൾ ചിറക് വിരിച്ചാൽ, ഒരു ദൈവപൈതൽ വാപൂട്ടി മൗനമായി അനങ്ങാമ്പാറ നയത്തിൽ ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരിക്കുകയല്ല. അവൻ്റെ ഉള്ളിൽ പിടച്ചിട്ട് വിളിച്ചു പറയും, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് ഞങ്ങളുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. അവൻ ഞങ്ങളുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെ ശബ്ദം ഉയർത്തി പറയും, ഞാൻ ഇന്ന് രാത്രി ചില മുഖങ്ങൾ പ്രകാശിക്കുന്നത് കാണുന്നു. ഇന്ന് രാത്രി ചുക്കിച്ചുളിഞ്ഞ കൂനിക്കൂടിയ ബലഹീനത ബാധിച്ച ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഹാർട്ട് പ്രോബ്ലമുള്ള കിഡ്നി ബലഹീനനായ നിന്റെ ശരീരത്തിലേക്ക് ദൈവശക്തിയുടെ ജീവൻ പാഞ്ഞിറങ്ങി കഴിയുമ്പോൾ അവൻ നിന്റെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് 33.5 തിരുവയസ്സിൽ കല്ലറയെ ഭേദിച്ചുയർത്ത കടലോ കരയോ മതിലോ മുറിയോ തടസ്സം കൂടാതെ സൂപ്പർ സോണിക് ജെറ്റ് പ്ലെയിൻ പറക്കുന്നത് പോലെ നക്ഷത്ര മണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് പറന്നുയരാൻ കൊതിക്കുന്ന ആത്മശരീരം ധരിക്കുന്ന ഒരു മിനിറ്റ് വരാൻ തുടങ്ങുന്നത് കാണുന്ന ദൈവമക്കളിൽ ആ പ്രത്യാശ തുളുമ്പുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ഇതെൻ്റെ യോഗ്യത കൊണ്ട് നേടിയതല്ല, ഇതെൻ്റെ മേൽ പകർന്ന ദൈവകൃപ കൊണ്ട് നേടിയതാണ്. എത്ര നാവുകൾ ചലിക്കും ഇവിടെ, എത്ര നാവുകൾ ചലിക്കും ഇവിടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ മേൽ അത് സംഭവിക്കാൻ പോകുകയാണ്, നിന്റെ മേലെ സംഭവിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ അവഗണിച്ചാലും പരിഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും, അടുത്ത കാലത്ത് നടക്കുകയില്ലെന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളിയാലും, ആ ചിലർ പ്രതീക്ഷിക്കുന്നത് പോലെ എൻ്റെ കർത്താവ് നിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കയില്ല. ചിലർ കൂടെ മാനസാന്തരപ്പെടേണ്ടത് നിശ്ചയിച്ചുകൊണ്ട് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ മേൽ പകർന്ന ആ മഹാകൃപയെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഈ സുവിശേഷത്തിൻ്റെ പേര് കൃപയുടെ സുവിശേഷം. ശബ്ദം ഉയരട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ ഞാൻ ആത്മക്കണ്ണുകൾ ഉയർത്തി ഒന്ന് ക്ഷണിക്കുകയാണ്. ഈ കാഹള ധ്വനിയുടെ ശബ്ദം അങ്ങോട്ട് മുഴങ്ങി. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവിച്ചത്. ആ സംഭവം നടന്നെങ്കിൽ നടക്കാൻ തുടങ്ങുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നത് മാത്രമല്ല, തിരുവെഴുത്ത് പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഈ കൂടാരത്തിൽ. അങ്ങനെയാണെങ്കിൽ ജീവന്റെ ശക്തി വ്യാപരിച്ചിട്ട് ഈ ശരീരം മണ്ണിലേക്ക് ലയിക്കുന്നതിന് മുൻപ് ദൈവശക്തിയുടെ ജീവനാൽ ഈ മൺകൂടാരത്തിൻ്റെ ബലഹീനത വിഴുങ്ങിക്കഴിയുമ്പോൾ എൻ്റെ യേശുവിൻ്റെ മഹത്വ ശരീരത്തിൻ്റെ പ്രഭയിൽ ഇവിടെ ഇരിക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഈ പ്രകൃതിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിച്ച് നിത്യതയിലേക്ക് പറന്നു കയറുന്ന രംഗം ഒന്ന് ആത്മാവിൽ കണ്ടാൽ എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയും. കിട്ടാൻ പോകുന്ന പണത്തിൻ്റെ പേരിലോ പണിയാൻ പോകുന്ന ഒരു സിമന്റ് കൂനയുടെ പേരിലോ അല്ല, പ്രാപിക്കാൻ തുടങ്ങുന്ന നിത്യതയുടെ പേരിൽ ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവുകൾ ഒന്ന് സ്തോത്രത്തോടെ ചലിക്കട്ടെ. ഞാൻ ഈ രാത്രി ആരാധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ പറയട്ടെ, അങ്ങനെ അങ്ങോട്ട് പറന്നുയർന്ന് ആ പറന്നങ്ങോട്ട്
ഉയർന്ന് യേശുവിൻ്റെ തേജസ്സിൻ്റെ പ്രഭ ധരിച്ച് ഞാൻ മഹത്വ പറുദീസയുടെ കവാടത്തിൽ ആ പുത്തനാം യെരൂശലേമിൻ്റെ തങ്ക തെരുവീഥിയിൽ ആ കാലുകുത്തി നിൽക്കുന്ന രംഗം എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവദാസന്മാർ, എൻ്റെ പിൻപിലിരിക്കുന്ന വിശ്വാസ സമൂഹം ഒന്ന് ആത്മാവിൽ കണ്ടേ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ ചെറിയ രംഗമൊന്നും അല്ലാതെ കേട്ടോ, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി രംഗമൊന്ന് ആത്മാവിൽ കാണുകയാണ്. ആ കടലോ കരയോ മതിലോ മുറിയോ തടസ്സം കൂടാതെ തേജസ്സിൻ്റെ ദ്രവത്വമില്ലാത്ത മഹത്വ ശരീരത്തിൽ എൻ്റെ കർത്താവ് നമുക്കായി ഒരുക്കുന്ന ആ പുത്തനാം യെരൂശലേം എന്ന ആ തങ്കക്കുട കെട്ടിടത്തിൻ്റെ കനക കൊട്ടാരത്തിൻ്റെ ആ കവാടത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്ന പ്രത്യേക സമയം എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന് സ്തോത്ര സഹോദരൻ പി ജെ ദാനിയേൽ പാസ്റ്ററെ ഒന്ന് കാണുന്ന സമയത്ത് ജൈനമ്മാമ്മയുടെ അവസാന ദിവസം എങ്ങനായിരുന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. എൻ്റെ കണ്ണുകൾ കൊണ്ട് സകലതും തുറന്ന് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എന്നെ പോലെ ഇറങ്ങിത്തിരിച്ച കോടിക്കണക്കിന് ആളുകൾ നരകത്തിൻ്റെ തീയിൽ പിടയുന്ന കാഴ്ച കാണുമ്പോൾ എന്നെ സത്യത്തിലേക്ക് നയിച്ചവർ പോലും അവിടെ എത്തിച്ചേരാതെ അവർ പലരും നരകത്തിനിരയായി നിലവിളിക്കുമ്പോൾ ധനവാനെ പോലെ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുമ്പോൾ സാധുവായ എന്നെ എൻ്റെ യോഗ്യത നോക്കാതെ ഇവിടെ എത്തിച്ച മഹാദൈവത്തിൻ്റെ കരുതൽ ആത്മാവിൽ തിരിച്ചറിയുന്ന ഞാൻ അടുത്ത് നിൽക്കുന്ന പി ജെ ദാനിയേൽ പാസ്റ്റർക്ക് കൈ കൊടുത്തിട്ട് പറയും, ഇതിൻ്റെ പേരാണ് കൃപ. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തി വിളിച്ചു പറയാമോ? ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ജീവന്റെ വചനം സാധാരണ വചനമല്ല, ഇത് കൃപയുടെ സുവിശേഷമാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അങ്ങനാണെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ പേര് കേട്ടോ, ഇത് കൃപയുടെ സുവിശേഷം, രക്തത്താൽ ജയം. ഇനി മൂന്നാമത്തെ ഒരു പ്രയോഗം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടിരുന്നു. വെളിപ്പാട് 14:6. ഞാൻ സമയച്ചുരുക്കം കൊണ്ട് വായിക്കാതെ ഉദ്ധരിക്കാം. മറ്റൊരു ദൂതൻ ആകാശമധ്യത്തിൽ പറക്കുന്നു. ആ ദൂതൻ്റെ വായിൽ നിന്ന് മുഴങ്ങുകയാണ്, സകല ജാതികളും അറിയിപ്പാൻ ഒരു നിത്യ സുവിശേഷം അവൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ, ശക്തിയോടെ ഒന്നുകൂടെ ശബ്ദം ഉയർത്തി, ഒന്നുകൂടെ ശക്തിയോടെ. ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, പുരുഷാരത്തിന്റെ ആരവം പോലെ. ദൈവമക്കൾ ശ്രദ്ധിക്കണം, ഈ സുവിശേഷം നിത്യ സുവിശേഷം. ഞാൻ ആദ്യം പറഞ്ഞു, ഈ സുവിശേഷം ഇത് രാജ്യത്തിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഇത് കൃപയുടെ സുവിശേഷം. ഈ സുവിശേഷം ഇത് നിത്യ സുവിശേഷം. ഇനിയും അധികം താമസിക്കാതെ ഒരു വെള്ളിയാഴ്ച വരും. ആ വെള്ളിയാഴ്ചയുടെ പേര് ദുഃഖ വെള്ളിയാഴ്ച എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇതുപോലൊരു വെള്ളിയാഴ്ച എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി ഗോൽഗോഥായിൽ ബലിയായി മാറി. ഒന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു ഒരു ദിവസം ഈ മണ്ണിൽ ജനിച്ചു, അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. സത്യമാണ്. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഏതനിലെ പാപം ചരിത്രത്തിൽ ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ കാൽവറിയിലെ യാഗം ചരിത്രത്തിൽ ഉണ്ടാകേണ്ടി വരുമായിരുന്നുവോ? വളരെ വേദശാസ്ത്ര പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. ഏതനിലെ പാപം ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പാപക്കനി പിടിച്ച് കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച് ആദ്യ മാതാപിതാക്കൾ പാപത്തിൽ വീണിരുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കാൽവറിയിലെ യാഗം ചരിത്രത്തിൽ ഉണ്ടാകേണ്ടി വരുമായിരുന്നുവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ ശ്രദ്ധേയമായൊരു പ്രയോഗമുണ്ട്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. വെളിപ്പെടുവാൻ തുടങ്ങുന്ന എതിർ ക്രിസ്തുവിന്റെ രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തുന്ന ജനതയെക്കുറിച്ച് ദൈവാത്മാവ് എഴുതിയിരിക്കുന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ. അങ്ങനെയാണെങ്കിൽ ലോകസ്ഥാപനം മുതൽ ഒരാൾ അറുക്കപ്പെട്ടു. ആര്? കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാട് ആര്? നാം പ്രസംഗിക്കുന്ന നസറേയനായ യേശു. ലോകസ്ഥാപനം മുതൽ, അർത്ഥാൽ ലോകസ്ഥാപനത്തിന് മുൻപേ യേശു അറുക്കപ്പെട്ടെന്നോ? അതെ. ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്
ഈ നക്ഷത്രങ്ങളും നെബുലകളും ഉണ്ടാകുന്നതിന് മുൻപ് സകല പ്രപഞ്ചത്തെയും ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന കൽപ്പനയാൽ മഹാദൈവം വിളിച്ചു വരുത്തുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിൻ്റെ പുരാതനകാല നിത്യതയുടെ പദ്ധതിയിൽ പ്ലാൻ ചെയ്തതാണ് കാൽവറിയിൽ നടന്ന യാഗമെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ പേര് സാധാരണ സുവിശേഷമല്ല, ഇത് നിത്യതയുടെ സുവിശേഷമാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? ഇത് നിത്യ സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. ഓർക്കുക, ഈ സുവിശേഷം കൃപയുടെ സുവിശേഷം, ഈ സുവിശേഷം രാജ്യത്തിൻ്റെ സുവിശേഷം, ഈ സുവിശേഷം നിത്യ സുവിശേഷം. ഇനിയും ഈ സുവിശേഷത്തിന് മറ്റൊരു പേര് കൊരിന്ത്യലേഖനത്തിൽ നൽകുന്നുണ്ട്. കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 11:4-5 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ മറ്റൊരു സുവിശേഷം എന്ന പ്രയോഗമുണ്ട്. മറ്റൊരു സുവിശേഷം, അതിഭീകരമായ 3 കൊടിയ വഞ്ചന, മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച് ജനത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന സുവിശേഷം, അത് മറ്റൊരു സുവിശേഷമാണ്. സുവിശേഷം ഉയർന്നാൽ അവിടെ ഭൗതിക നേട്ടമല്ല ഉയരുന്നത്. സുവിശേഷം ഉയർന്നാൽ അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് ഉയരുന്നത്. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എനിക്ക് ഉറപ്പാണ് എന്ന് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ അതാണ് നീ പ്രാപിച്ച സുവിശേഷത്തിൻ്റെ സാധ്യത. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? ഈ സത്യ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങണം. ദൈവത്തിന് മഹത്വം. ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കള് പറയാം, ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ നിത്യത. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? നിത്യത. നമ്മൾ എത്ര നാൾ ഈ മണ്ണിലുണ്ട്? പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്കക്കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഈ കൊച്ചു ജീവിതം ചെറുതാണ്. ഇത് അതിവേഗം അസ്തമിക്കും. എന്നാൽ പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ സുഖലോലുപതയിൽ കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും മാറിപ്പൊതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും ഇന്ന് രാത്രി എൻ്റെ കിടപ്പറ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലാണെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതൽ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാതിരിക്കരുത്. ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ പറയണം, എന്നെ പോലെ ധന്യൻ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ വിളിച്ചു പറയണം, ഈ സുവിശേഷത്തിന്റെ സാധ്യത നിത്യതയുടെ ദർശനമാണ്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ, 2.5 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ, ആ പയ്യൻ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക. 1968 നടന്ന സംഭവമാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് മറുപടി കിട്ടാഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മുറ്റത്തോട്ട് ഇറങ്ങി വന്ന് നോക്കി. സ്തോത്രം. വിനോദേ, മോനെ എന്നീ അമ്മ ആർത്തനാദത്തോടെ നിലവിളിച്ചു. മറുപടിയില്ല. അവൾ അലറിക്കരഞ്ഞു. നാട്ടുകാരോടിക്കൂടി. എന്തിന്? പരിസരങ്ങൾ മുഴുവൻ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തു. 2.5 മണിക്കൂർ അന്വേഷിച്ചപ്പോൾ ഈ ഓമനക്കുട്ടൻ വിനോദിന്റെ ഡെഡ് ബോഡി തൊട്ടപ്പുറത്തുള്ള ഒരു മുളങ്കാടിനകത്ത് നിന്ന് കഴുത്ത് ഞെരിച്ചു കൊന്ന നിലയിൽ കിട്ടി. ജീവൻ പോയതേ ഉള്ളൂ. അധികം താമസിക്കാതെ കുറ്റവാളിയെ ഗവൺമെന്റ് പിടിച്ചു, പോലീസുകാർ പിടിച്ചു. നാണു എന്നൊരു ചെറുപ്പക്കാരൻ കോടതിയിൽ വിസ്താരമെത്തി. അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. വിയൂർ ജയിലിൽ അദ്ദേഹം മരണം കാത്ത് കഴിയുകയാണ്. ഈ സമയം ഒരു സുവിശേഷകൻ ആ ജയിലിന്റെ വാതിക്കൽ ചെന്ന് ഒരു ബൈബിൾ അങ്ങോട്ട് കൊടുത്തു. ഇതങ്ങോട്ട് വാങ്ങിക്കുകയും കലിച്ചു പൊട്ടിത്തെറിച്ച് ക്ഷിപ്രകോപത്തോടെ ഇത് മൂലയ്ക്കോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, പൊക്കോണം. സ്വർഗം വിൽക്കാൻ നടക്കുന്നവർ, നിന്റെ എന്റെ കണ്ണിന് കാണരുത്. നിങ്ങളുടെ വിഭാഗത്തെ എൻ്റെ കൺമുൻപിൽ വരരുത്. ആ ദൈവദാസൻ ഒന്നും പറയാതെ അടുത്ത റൂമുകളിലേക്ക് പോയി. ഇയാൾ എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയിട്ട് അകത്തോട്ട് വന്ന് കയറിയപ്പോൾ
മൂലയ്ക്ക് കിടക്കുന്ന ബൈബിൾ എടുത്തുനിന്ന് തുറന്നു. ചങ്കിൽ ചാട്ടുളി പോലെ ഒരു വാക്യം കുത്തിക്കയറി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വായന തുടങ്ങി. ആ തറയിൽ മുട്ടുകുത്തി കരഞ്ഞു. യേശു തൻ്റെ അടുക്കൽ നിൽക്കുന്നത് പോലെ തനിക്ക് തോന്നി. യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങി. ഏത് കുരുക്കഴിയാത്ത വിഷയത്തെയും അഴിച്ചെടുക്കാൻ ഇന്ന് രാത്രി യേശു ജീവിക്കുന്ന കർത്താവാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ദൈവമക്കളാ ഇവിടെ ഈ സുവിശേഷത്തിന്റെ ശബ്ദം ഉയർത്തുന്നത്. അദ്ദേഹം ജയിൽ ചുമതലക്കാരോട് പറഞ്ഞു, മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവിടെ വന്ന സുവിശേഷകൻ എനിക്ക് കാണണം. അദ്ദേഹം എത്തിച്ചേർന്നു. സുവിശേഷ വിശദീകരണങ്ങൾ നൽകി. അദ്ദേഹം അന്ത്യാഭിലാഷം പറഞ്ഞു. അന്ത്യാഭിലാഷം 1, വിശ്വാസ സ്നാനം എനിക്ക് സ്വീകരിക്കണം. വിശുദ്ധ മേശയിൽ എനിക്ക് പങ്കുചേരണം. മരിക്കുന്നതിന് മുൻപ് എൻ്റെ കണ്ണുകൾ അന്ധനായ ഒരാൾക്ക് ദാനം ചെയ്യണം. എന്തിന്? ഈ ക്രമീകരണങ്ങൾ ഒക്കെ തയ്യാറാക്കി അവസാനം മരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന തൂക്കിക്കൊല്ലുന്ന ദിവസം വിയൂർ ജയിലിൽ കുലമരത്തിൻ്റെ അടുക്കലേക്ക് മനുഷ്യൻ നീങ്ങുകയാണ്. അയാൾ അവിടെ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അത് ജയിൽ ചുമതലക്കാർ തന്നെ പറയുകയാണ്. അവർ പറയുന്നു, സാധാരണ തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളുകൾ തലേ രാത്രിയിൽ ഒന്നും കഴിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം നന്നായി കഴിച്ചു. ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വായിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് രാത്രി ഗാഠമായി ഉറങ്ങി. രാവിലെ പോലീസ് ചുമതലക്കാർ വിളിച്ചുണർത്തി. ഡോക്ടേഴ്സ് ടെസ്റ്റുകൾ കഴിഞ്ഞ് നേരെ ഇദ്ദേഹത്തെ തൂക്കുമരത്തിന്റെ അടുക്കലേക്ക് നയിച്ചു. തൂക്കുമരത്തിന്റെ അടുക്കലെത്തിയപ്പോൾ നാണു പറഞ്ഞു, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വാക്കുകൾ ഇങ്ങനെയാണ്: കൊടിയ പാപത്തിൽ മുങ്ങിയ എൻ്റെ ജീവിതത്തെ ക്രൂശിലെ നിണത്താൽ കഴുകിയ രക്ഷക, ഇത്രയും ദിവസങ്ങൾ ഞാൻ അങ്ങയെ വിശ്വാസ കണ്ണുകളാൽ കണ്ടു. ഇനിയും ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അങ്ങയെ നേരിട്ട് കാണാൻ വരികയാണ്. എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയും എനിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെയും എന്നെ ഇവിടേക്ക് തൂക്കിക്കൊല്ലാൻ തുടങ്ങുന്ന ആരാച്ചാരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിൽ കൈമാറുന്നു. ആമേൻ. നാണുവിൻ്റെ കഴുത്തിൽ കയറുമുറുകി ജഡം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കുലമരത്തിന്റെ മുൻപിലും സ്തോത്രത്തോടെ നിത്യതയെ കാണാൻ ആ കൊടിയ പാപിയായ മനുഷ്യനെ കഴുകിയ രക്തമാണ് ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്ന ഈ നിത്യജീവന്റെ വചനമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയൊന്ന് പിടിച്ചേ, ഒന്ന് ശബ്ദമുയർത്തിപ്പറ. ഇത് സാധാരണ സുവിശേഷമല്ല, ഇത് നിത്യജീവന്റെ സുവിശേഷമാണ്. നിങ്ങൾക്കറിയാമോ, രാത്രി മുഴുവൻ കോളാമ്പി വെച്ച് നിയമവിരുദ്ധമായി ഉപയോഗിച്ചാലും ആരും ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യില്ല. എന്തിന്? എത്ര മെഗാവാട്ട് ശബ്ദം ഉപയോഗിച്ചാലും ഇവിടെ ഒരു നിയന്ത്രണങ്ങളുമില്ല. എന്നാൽ 50 വാട്ട്സിന്റെ ഒരു മാക്സ് മൈക്കുമായി ഒരു കവലയിലേക്ക് ഒരു സുവിശേഷകൻ ചെന്ന് യേശു ജീവിക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യും, അദ്ദേഹത്തെ ആക്രമിക്കും, അദ്ദേഹത്തെ ചാണകം തീറ്റിക്കും. എന്താ കാര്യമെന്നറിയാമോ? ഈ ജനത വിടുവിക്കപ്പെടാതിരിക്കാൻ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ പ്രബലമാണ്. ആരും കേട്ടില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും ആ നിത്യജീവന്റെ വചനം ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. ഈ സുവിശേഷത്തിന്റെ ശക്തി സാധാരണ ശക്തിയല്ല. യേശു ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പോരാ ശബ്ദം ഉയർത്തിപ്പിടിച്ച് രണ്ട് കൈകളും ഒന്ന് ഉയർത്തി യേശുവേ എന്നൊന്ന് വാ തുറന്ന് പറയാമോ? ദൈവത്തിന് മഹത്വം. ശബ്ദം ഉയരട്ടെ. ആരും മൗനമായിരിക്കുന്ന ആളുകളെ കണ്ട് മൗനമായിരിക്കരുത്. ഞാൻ വിശ്വാസ കണ്ണുകളാൽ കാണുകയാണ്. ഈ ഗ്രൗണ്ടിന് പുറത്ത് ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുന്നുണ്ട്. സ്വർഗം ഇന്ന് രാത്രി ചിലരെ വിടുവിക്കുന്ന രാത്രിയാണ്. ബന്ധിക്കപ്പെട്ട ചില ആത്മാക്കളെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കും. സുവിശേഷത്തിന്റെ പേരുകൾ ശക്തമാണ്. എന്നാൽ ഈ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത കേൾക്കണോ? അത് കേൾക്കുമ്പോൾ അറിയാതെ അകത്ത് കത്തുന്ന ജീവനിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രം പറയാതിരിക്കയില്ല. സുവിശേഷ
സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത പറയാം. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ഇവിടുത്തെ മതങ്ങളുടെ സ്ഥാപകരൊക്കെ ഉന്നയിച്ച ആശയങ്ങളിലാണ് ഇവിടുത്തെ മതങ്ങൾ നിലനിൽക്കുന്നത്. ശ്രീ ബുദ്ധന്റെ ആശയത്തിലാണ് ബുദ്ധമതത്തിന്റെ നിലനിൽപ്പ്. ജൈനന്റെ ആശയത്തിലാണ് ജൈനമതത്തിന്റെ നിലനിൽപ്പ്. ഗുരുനാനാക്കിന്റെ ആശയത്തിലാണ് സിഖ് മതത്തിന്റെ നിലനിൽപ്പ്. ഇത് മുഹമ്മദ് നബിയുടെ ആശയത്തിലാണ് ഇസ്ലാം മതത്തിന്റെ നിലനിൽപ്പ്. അവരൊക്കെ ദൈവത്തെ തേടി അങ്ങോട്ട് ചെന്ന മാർഗമാണ് ആ മതങ്ങളെങ്കിൽ, മനുഷ്യവർഗത്തെ തേടി സ്വർഗം ഇങ്ങോട്ടിറങ്ങി വന്ന ആളത്വത്തിൽ അധിഷ്ഠിതമായ ഒരു മാർഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. ഇത് ഉയർത്തിയിരിക്കുന്ന ശക്തി, ഇത് ആശയമല്ല, ഇതൊരാളത്വമാണ്. ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജസ്സോടെ ഇതിന് നടുക്കൂടെ എൻ്റെ യേശു നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി വാ തുറന്ന് വിളിച്ചു പറയണം, യേശുവേ എന്ന്. പോരാ, ശബ്ദം ഉയരട്ടെ. അന്യഭാഷയിൽ പോരാടുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, അവൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്താ സുവിശേഷം എന്നറിയാമോ? കേൾക്കണം. ഇതൊരു പിടി ആശയമല്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം ഒരു ആശയമല്ല, സുവിശേഷം ഒരു ആളത്വമാണ്. ദൈവത്തിന് മഹത്വം. എന്താ ഈ ആളത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത? ആ പുരാതനകാല നിത്യതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സിങ്കൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടങ്ങ് സഞ്ചരിച്ച് 33.5 തിരുവയസ്സിങ്കൽ എൻ്റെ പാപശാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാരിനും പാണികളിൽ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ അടക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ പൊടിയാട്ടുവിളയിൽ ഈ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൃക്കരങ്ങളം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത അണച്ച് ഇനി അധികം താമസിക്കാതെ ആകാശമേഘങ്ങളിൽ തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മേഘാരൂഢനായി മടങ്ങി വരാൻ തുടങ്ങുന്ന എൻ്റെ രക്ഷകൻ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി യേശുവേ, പോരാ കേട്ടോ, യേശുവേ എന്ന് ഒന്ന് ലജ്ജ കൂടാതെ ഈ രാത്രി വിളിച്ചാൽ നിന്റെ മേൽ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റി നിന്നെ പറുദീസയ്ക്ക് അർഹനാക്കാൻ യേശുവിൻ്റെ കരം ഇതിനകത്ത് ചലിക്കുന്നെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ശബ്ദമുയരട്ടെ. ഞാൻ ഇന്ന് രാത്രി പറയാം, വലിയ അതെ ബൈബിൾ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല. പരമാർത്ഥതയുള്ള ഹൃദയത്തോടുകൂടെ യേശുവേ എന്ന് നിലവിളിക്കാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അവൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ പ്രവഹിക്കുന്ന രാത്രിയാണ്. അധികം മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ നിന്റെ ശരീരത്തിന്മേൽ നോട്ടം വെച്ച് നിന്റെ വാഗ്ദത്തത്തെ മുച്ചൂടും ഉടച്ച് നിന്റെ ഭാവിക്കെതിരെ ഇരുളും അതെ അന്തരീക്ഷം ഉയർത്തി വ്യാപരിക്കുന്ന സാത്താന്യ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കൈ തൊടാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ചലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നിങ്ങൾക്കറിയാമോ, 70,000 പേരെ ക്രൂരമായി കൊന്നുമാറ്റിയ ഹമാസ് തീവ്രവാദി സമൂഹത്തിൻ്റെ തലവൻ്റെ മകൻ ജയിലിനകത്തായിരിക്കുമ്പോൾ കഴിഞ്ഞ ചില നാളുകൾക്ക് പുറകിൽ അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ മുറിയിൽ ഇറങ്ങിച്ചെന്നിട്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നരുളി ചെയ്തുകൊണ്ട് അവനെ സത്യത്തിലേക്ക് നയിച്ച് സുവിശേഷത്തിന്റെ സാക്ഷിയാക്കിയ യേശു ഇന്ന് രാത്രി ഈ കോമ്പൗണ്ടിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ എൻ്റെ വിഷയം കൈയേൽക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിയോടെ ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആശീർവാദം പറഞ്ഞ് ഈ ഗ്രൗണ്ട് വിട്ട് നീ പിരിയുന്നതിന് മുൻപ് നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തെ ഈ ഗ്രൗണ്ടിൽ അഴിച്ചെടുക്കാൻ യേശുവിൻ്റെ കരം ബലത്തോടെ ചലിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം. പ്രാർത്ഥന ഉയരട്ടെ. ഒരു നീറുന്ന ദൈവപൈതൽ ഇവിടെ ഇരുന്ന് വാ തുറന്ന് എന്നെ ഓർക്കണമേ എന്ന് പറയാനുണ്ടെങ്കിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് മുൻപിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. നിന്റെ നിഷ്കളങ്കതയ്ക്ക് മുൻപിൽ ആകാശം കീറി ഇറങ്ങി വരാൻ യേശുവിൻ്റെ കരത്തിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്നു ദൈവ തേജസ്സിന്റെ മേഘം ഇതിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുകയാണ്. അഭിഷേകത്തിന്റെ തൈല നദി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും ഒരു ആത്മവ്യാപാരത്തിന്റെ തീജ്വാല നിന്റെ ശരീരത്തെ ചുറ്റി പൊതിയുകയാണ്. രക്തത്താൽ ജയം. ആത്മവ്യാപാരത്തിന്റെ തീജ്വാല നിന്റെ ശരീരത്തെ ചുറ്റി പൊതിയുകയാണ്. എബ്രഹാം അവറുകൾ കരിമൂർഖൻ കടിച്ച റാഹേൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച വേളയിൽ ആ പ്രിയപ്പെട്ടവൻ എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ വായിൽ ഉയരുന്ന അന്യഭാഷ കൊണ്ട് റാഹേൽ അമ്മയുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ എൻ്റെ ദൈവം ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൈവമക്കൾ ആത്മാർത്ഥതയോടെ യേശുവേ എന്ന് വിളിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ നിന്റെ ബന്ധിക്കപ്പെട്ട വിഷയത്തെ ഇന്ന് രാത്രി മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ് നീ വീട്ടിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഈ സുവിശേഷത്തിന്റെ ശക്തി കൊണ്ട് പരിഹരിച്ചെടുക്കാൻ കഴിവുള്ള യേശുവിൻ്റെ കരം ഇവിടെ ചലിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഓ രക്തത്താൽ ജയം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ രണ്ട് കൈകളും ബോധപൂർവം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാ രണ്ട് കൈകളും ബോധപൂർവം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി എത്ര ദൈവമക്കൾ യേശുവേ എന്ന് പോരാ വാ തുറന്നേ. ഇന്ന് രാത്രി ഞങ്ങൾ ഈ പദം പറയാൻ കാരണമെന്നറിയാമോ? പൈശാചിക അടിച്ചമർത്തൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിനക്കിത് പറയാൻ പറ്റില്ല. കാരണം ഇത് മണ്ണിൽ ഉടലെടുത്ത നാമമല്ല, ഇത് വിണ്ണിൽ ഉടലെടുത്ത നാമമാണ്. ഓ രക്തത്താൽ ജയം. എൻ്റെ മാതാപിതാക്കൾ ആലോചിച്ചാണ് എനിക്ക് രാജു എന്ന് പേരിട്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു എന്ന പേര് ജോസേഫും മറിയയും ആലോചിച്ച പേരല്ല, ഇത് മണ്ണിലുണ്ടായ പേരല്ല, ഇത് വിണ്ണിലുണ്ടായ പേരാണ്. ഈ നാമത്തിൻ്റെ പുറകിൽ സകല മുഴങ്കാലും മടങ്ങുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രിയെ കരങ്ങൾ ഉയർത്തി പൈശാചിക ശക്തികൾക്ക് വിറയൽ വരുത്തുന്ന, സാത്താന്യ ശക്തികളെ അഴിക്കുന്ന, ഇരുട്ടിൻ്റെ കോട്ടകളെ തകർക്കുന്ന യേശുവിൻ്റെ ശബ്ദം വാ തുറന്നുച്ചരിക്കാൻ ദൈവമക്കൾ ഈ രാത്രി തയ്യാറാകുമെങ്കിൽ വാ തുറന്ന് ശബ്ദം ഉയർത്തി യേശുവേ എന്ന് പറഞ്ഞാട്ടെ. രക്തത്താൽ ജയം. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റാട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു സാധുവായ സഹോദരി പറഞ്ഞ സംഭവം ഓർക്കുന്നു. അവൾ വിധവയാണ്. ഹാർട്ട് അറ്റാക്കിലാണ് ഭർത്താവ് മരിച്ചത്, ഹൃദയാഘാതത്തിൽ. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം വളരെ ദാരിദ്ര്യം പിടിച്ച അടുക്കളപ്പണിയും മറ്റും ചെയ്താണ് വീട് പുലർത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഷൂസ് കീറിപ്പോയത്. അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ എനിക്കൊരു പുതിയ ഷൂസ് വേണം. അമ്മ പറഞ്ഞു, ഇപ്പം വാങ്ങിച്ചു തരാൻ പണമില്ല, കുത്തിക്കെട്ടി ഉള്ളതും കൊണ്ട് നടന്നാൽ മതി. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, പിന്നീടാട്ടെ എന്ന്. ഞാൻ യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ പോവുക, യേശു അപ്പച്ചൻ എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരും എന്ന് ഈ കുഞ്ഞ് നിഷ്കളങ്കതയിൽ പറഞ്ഞു. അപ്പോൾ അമ്മ എടുത്ത മറുപടി പറഞ്ഞ വാചകം എന്തെന്നറിയാമോ? ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നം തീർക്കാൻ യേശു ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിനക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ യേശുവിന് നേരം. അന്ന് വൈകിട്ട് നിലത്ത് വിരിച്ച പായിൽ അവൻ കിടക്കും മുൻപ് മുട്ടുകുത്തി നിന്നുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, യേശു അപ്പച്ച
കുട്ടികൾ കളിയാക്കുന്നു, എനിക്കൊരു ഷൂസ് വേണം. ആമേൻ. കടന്നു. 2-ാം ദിവസം ഇത് തന്നെ ആവർത്തിച്ചു. 3-ാം ദിവസം ഇത് പറഞ്ഞേച്ച് അവൻ കിടന്ന് ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചെറ്റപ്പുരയുടെ വാതുക്കൽ ആരോ മുട്ടി. തൊട്ടടുത്ത വീട്ടിലെ കുബേരനായൊരു മനുഷ്യൻ ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് പകലിൽ എൻ്റെ മോന് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു ഷൂസാ, വില കൂടിയതാ, എന്നാൽ ഇട്ട് നോക്കിയപ്പോൾ അവന് ചേരുകയില്ല. നിങ്ങളുടെ മോനെ ആ സമയത്ത് ഓർത്തു, മോന് പറ്റുമെങ്കിൽ കൊടുക്ക, ഇല്ലെങ്കിൽ തിരിച്ചു കൊടുത്ത് വിട്ടേര്. അമ്മ അതിൻ്റെ കവർ പൊട്ടിച്ച് തലയ്ക്കലൊന്ന് വെച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറ്റക്കുടിനകത്ത് ആ ചെരുപ്പ് കണ്ട് ചാടി എഴുന്നേറ്റ് കാലയിലോട്ടിട്ടപ്പം കൃത്യമായി വരച്ച് വെച്ചതുപോലെ യോജിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് അമ്മയോട് ആ കുഞ്ഞു പറഞ്ഞു, മമ്മി എനിക്ക് ചെരുപ്പ് വേണമെന്ന് മാത്രമല്ല, എൻ്റെ കാലിൻ്റെ അളവ് പോലും എൻ്റെ യേശുവിന് നന്നായിട്ടറിയാം. ഇന്ന് രാത്രി ആ കരങ്ങൾ ഉയർത്തി എന്നെ കഴുകണേ എന്നൊന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാൽ ഈ സുവിശേഷത്തിൻ്റെ ശക്തി ഈ രാത്രി നിന്റെ മേൽ പതിക്കുന്ന രാത്രിയാണ്. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ കണ്ണുകൾ കാൽവറിയിലേക്ക് മാത്രം ഉയർത്തിക്കാട്ടെ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മനുഷ്യകുലത്തിൽ ജന്മം കൊള്ളാത്ത ഒരവതാരമല്ലിത്. മനുഷ്യകുലത്തിൽ ജന്മം കൊണ്ടവനാ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ആ കരമുയർത്തി പറഞ്ഞേ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചവൻ അടക്കപ്പെട്ടു. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറിയിലെത്തിച്ചേർന്ന് 2 കള്ളന്മാരുടെ മധ്യത്തിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തിട്ട് അതുപോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിച്ച് കാൽവറിയിൽ എനിക്ക് പകരം മരിച്ച എൻ്റെ രക്ഷകനിലേക്ക് ആ 2 കൈകളും ഉയർത്തിക്കൊണ്ട് യേശുവേ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. വഴിവക്കിലാകാം, പുഴവക്കിലാകാം, മരച്ചുവട്ടിലാകാം, വാഹനത്തിലാകാം, അടുത്ത മിനിറ്റുകൾ വിടുതലില്ലാത്ത വിഷയത്തിന് മുൻപിൽ തകർന്ന ഹൃദയത്തോടെ ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ രാത്രി യേശുവേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയാൻ തയ്യാറായാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എന്റെ മുറിയിൽ ഇറങ്ങി വരണം. അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ഇതുവഴി വരുന്ന ഒരു ട്രെയിനിന്റെ മുൻപിൽ തലവെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ സുന്ദര സിംഗ് എന്ന സിഖ് യുവാവിന്റെ മുറിക്കകത്ത് വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങിച്ചെന്ന നസറേയനായ യേശു ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ, നിന്റെ അടുക്കലിറങ്ങാൻ ശക്തനാണ്, ശക്തനാണ്. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നാശമില്ലാത്ത അവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ പാടാമുടികളും തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നെന്നും ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാൽവറിയിലേക്ക് മാത്രം നോക്കി ഞാൻ ഈ പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട പാടും മുൻപ് ഞാൻ ചരിത്രമൊന്ന് വിലയിരുത്തി ഒരല്പം വെല്ലുവിളിയുടെ ശബ്ദത്തോടെ എന്റെ പ്രസംഗത്തിന് അവസാന കുത്തിടാം. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു അന്വേഷണം നടത്തണം. എന്തുകൊണ്ട് ചൈനയിൽ സുവിശേഷം വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് ഇറാനിൽ ക്രിസ്തീയ ഗ്രൂപ്പുകൾ വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് പാകിസ്ഥാനിൽ ഒളിവ് സഭകളുടെ എണ്ണം കൂടുന്നു? ഒരു റിപ്പോർട്ടുണ്ട്, ഒരാൾ നേരിട്ട് എന്ന് പറയാതെ സ്വപ്നത്തിലും ദർശനത്തിലും യേശു വെളിപ്പെടുന്ന സംഭവങ്ങൾ ഗൾഫ് മേഖലയിൽ വർദ്ധിച്ചു വരുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഏതൊക്കെ നിയമം എതിരെ പാസാക്കിയാലും
ദമസ്കോസിന്റെ പടിവാതിക്കലിൽ ശൗലിനെ സന്ദർശിച്ച യേശു ഈ രാത്രി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ഒന്ന് ചേർന്ന് പാടിക്കാട്ടെ. നാശമില്ലാത്ത അവകാശവും യേശുവിൻ ഭാഗ്യസന്നിധി. ശബ്ദം ഉയർത്തി യേശുവിൻ ഭാഗ്യസന്നിധി. ശക്തിയോടെ ഗ്ലോറി. യേശുവിൻ ഭാഗ്യസന്നിധിയും നീതി വാടമൂടികളും തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. ശക്തിയോടെ മോചനം വീണ്ടും ജനനം. മോചനം വീണ്ടും ജനനം. കരമുയർത്തി നീചപാപിയന്മേൽ മോചനം വീണ്ടും ജനനം. നീചപാപിയന്മേൽ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും. നീ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. നീ ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവജനം ചേർന്ന് പാടിക്കാതെ. ഗ്ലോറി. ആ രണ്ട് കൈകളും ബോധപൂർവം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്. ആ രണ്ട് കൈകളും ബോധപൂർവം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്. ഒരു നിമിഷം നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരാളിന്റെ ഫോട്ടോ കണ്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചു എന്ന ഞെട്ടിത്തരിപ്പിൽ ഞാൻ വിളിച്ചിട്ട് സഹോദരനോട് സഹോദരിയോട് ചോദിച്ചു, അച്ഛൻ മരിച്ചോ? പാസ്റ്ററെ, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു BP പോലും കാണിച്ചിട്ടില്ല, നെഞ്ചിനൊരു ചെറിയ തരിപ്പ്, അങ്ങോട്ടൊന്ന് കിടന്നു, പിന്നെ അനങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ഒരു സൈക്ലിംഗ് ഉണ്ട്, സൈക്കിൾ ചവിട്ടി വരുമ്പോ ചില പ്രിയപ്പെട്ടു പറഞ്ഞു, പാസ്റ്ററെ, നമ്മുടെ സണ്ണി ബ്രദർ മരിച്ചു, കോവിഡിന് ശേഷം ഈ രംഗം കൂടുക. ഞാൻ ചെന്നു പറ്റി, ഇന്നലെ വൈകിട്ട് ഞാൻ ആരോഗ്യത്തോടെ കണ്ടതാണല്ലോ. രാവിലെ എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിച്ച് ഭാര്യയോട് പറഞ്ഞു, നീ ചായ എടുക്കെന്ന് പറഞ്ഞ് സിറ്റ് ഔട്ടിലെ അതേ സോഫയിലേക്ക് ചരിഞ്ഞൊന്നിരുന്നു. ചായ എടുത്തുകൊണ്ട് വന്നപ്പം വെട്ടി വിയർത്ത് വിറച്ച് കിടക്കുക. അച്ചായ അച്ചായ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അനക്കമില്ല. നാടി പിടിച്ചപ്പോഴേക്കും പോയി കഴിഞ്ഞു. ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മളാരും സഹസ്രാബ്ദങ്ങൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല, ഏത് സമയത്ത് കടന്നു പോകാം.
ഒരു ഹുവാനിൽ സംഭവിച്ച ഒരു അണുപ്രയോഗത്തിലൂടെ എത്ര ലക്ഷങ്ങൾ ഈ മണ്ണിനോട് വിട പറഞ്ഞെങ്കിൽ രാഷ്ട്ര ജനതയ്ക്കത് നേതാക്കന്മാർക്ക് ഭ്രാന്ത് പിടിച്ചാൽ ജൈവായുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടാൽ അടുത്ത ദിവസങ്ങളിൽ ലോകത്തിന്റെ ഭാവി എന്ത് അറിയില്ല. എന്നാൽ ഇന്ന് രാത്രി കിടക്കുന്ന കടപ്പറ മരണയറയായാലും യേശു എൻ്റെ സ്വന്തമാണെങ്കിൽ എൻ്റെ നിത്യത എനിക്ക് സ്വന്തമാണ് എന്ന് പറയാൻ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി രണ്ട് കൈകളും ഒരു നിമിഷം നെഞ്ചോട് ചേർത്ത് വെച്ച് സുവിശേഷം അനുസരിക്കാത്തവർ കൂടപ്പിറപ്പേ, ഇത് മതപ്രചരണമല്ല, ഇത് മുന്നറിയിപ്പാണ്. ഇത് മതപ്രചരണമല്ല, ഇത് പൊടിയാട്ടുവിള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശക്തമായ ദേശത്തിന്റെ കടപ്പാടിന്റെ മുന്നറിയിപ്പാണ്. നിനക്ക് നേരെ സ്വർഗത്തിന്റെ വിരൽ ചൂണ്ടുകയാണ്. ഇന്ന് രാത്രി ഒന്നുകിൽ സുവിശേഷം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നിത്യ നരകം നിനക്ക് മുൻപിൽ വായി പിളർക്കാൻ കാത്തു നിൽക്കുന്നു എന്ന് മറക്കരുത്. ഈ രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം. സുവിശേഷത്താൽ നിത്യത എനിക്ക് സ്വന്തമാകണം. കൊതിക്കുന്ന ദൈവമക്കളെ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ, ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സദസ്സിനെയും ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മുൻപിലായിരിക്കുന്ന ഈ ജനത്തെയും നിങ്ങൾ കൈമാറുന്നു. സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശം എന്ന ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇന്ന് രാത്രി ഈ ദേശം സുവിശേഷത്താൽ വിടുവിക്കപ്പെടട്ടെ. ഉയർന്ന കരങ്ങളുടെ മേൽ ദ്രവത്വമില്ലാത്ത തേജസ്സിന്റെ കരം ഇറങ്ങി പിടിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തി